ഒരു ചന്തയിൽ വെറും 500 രൂപയ്ക്ക് അടിമക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സമ്പന്നനായ ഒരു മനുഷ്യൻ ആ വഴി വന്നു. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, 500 രൂപയ്ക്ക് അടിമയോ, ഇത്ര വിലക്കുറവോ, എന്നാൽ ഒന്ന് വാങ്ങിക്കളയാം. അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഇത്ര വില കുറയാൻ കാരണം എന്താണ്? ജോലിയൊന്നും ചെയ്യാത്തവനാണോ? അടിമക്കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാ ജോലികളും ചെയ്യും, നല്ല പരിശ്രമശാലിയാണ്. പക്ഷേ ഒരു ദോഷമുണ്ട്, ഇടയ്ക്ക് പരദൂഷണം പറയും. സമ്പന്നൻ ഇങ്ങനെ ചിന്തിച്ചു, വീട്ടിൽ താനും ഭാര്യയും മാത്രമേ ഉള്ളൂ, ഇവൻ പരദൂഷണം പറഞ്ഞാലും ആരോട് പറയാൻ? ഒടുവിൽ അയാൾ അടിമയെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യ ദിവസങ്ങളിൽ അടിമ നന്നായി ജോലി ചെയ്തു. പക്ഷേ പിന്നീടൊരു ദിവസം അവൻ്റെ പരദൂഷണം പറയുന്ന സ്വഭാവം ഉണർന്നു. അയാൾ ആദ്യം തൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, കൊച്ചമ്മയ്ക്കറിയാമോ, യജമാനന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ഇത് കേട്ട ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. പക്ഷേ അയാൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇതിന് ഒരു പരിഹാരമുണ്ട്. എനിക്കറിയാവുന്ന ഒരു സ്വാമിയുണ്ട്, അവിടെ ചെന്നാൽ ഇതിന് തീർച്ചയായും പരിഹാരം കിട്ടും. പക്ഷേ കൊച്ചമ്മ ഒരു കാര്യം ചെയ്യണം, രാത്രിയിൽ യജമാനൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാനും താടി രോമങ്ങൾ മുറിച്ച് എനിക്ക് തരണം. അവർ അത് സമ്മതിച്ചു. അതിനുശേഷം അടിമ തൻ്റെ യജമാനന്റെ അടുത്തേക്ക് പോയി ഇപ്രകാരം പറഞ്ഞു, യജമാനനെ, അങ്ങേക്കറിയാമോ, കൊച്ചമ്മയ്ക്ക് പുറത്ത് ഒരു പുരുഷനുമായി ബന്ധമുണ്ട്. ഇതുകേട്ട് കോപിച്ച യജമാനൻ അടിമയുടെ കഴുത്തിൽ പിടിച്ച് ഇപ്രകാരം ചോദിച്ചു, എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അടിമ പറഞ്ഞു, എന്നെ വിശ്വാസമായില്ലെങ്കിൽ അങ്ങ് ഇന്ന് രാത്രി ഉറക്കം നടിച്ചു കിടക്കുക, ഇന്ന് രാത്രി കൊച്ചമ്മ അങ്ങയെ കൊല്ലും. അയാൾ അത് സമ്മതിച്ചെങ്കിലും ഇപ്രകാരം പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അയാൾ അന്നു രാത്രി ഉറക്കം നടിച്ചു കിടന്നു. അടിമ പറഞ്ഞതുപോലെ അർദ്ധരാത്രി കഴിഞ്ഞ് അയാളുടെ ഭാര്യ ഒരു കത്രികയുമായി അയാളുടെ അടുത്തേക്ക് വന്നു. അതുകണ്ട് അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കോപത്തിൽ അയാൾ തൻ്റെ ഭാര്യയെ പിടിച്ചു നിർത്തുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്രിക വാങ്ങി അവരെ കുത്തുകയും ചെയ്തു. ഭാര്യ തൽക്ഷണം മരണപ്പെട്ടു. ഈ വാർത്തയറിഞ്ഞ ഭാര്യയുടെ കുടുംബക്കാർ ഭർത്താവിനെ വകവരുത്തി. എന്നാൽ ഭർത്താവിൻ്റെ കുടുംബക്കാർ ഭാര്യയുടെ കുടുംബവുമായി സംഘർഷമുണ്ടാവുകയും ഒടുവിൽ 2 കുടുംബവും പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് പറയപ്പെടുന്നത്, ശരീരത്തിൽ കലരുന്ന വിഷത്തിന് ചികിത്സയുണ്ട്, എന്നാൽ ചെവിയിൽ കലരുന്ന വിഷത്തിന് ചികിത്സയില്ല. അത് തലമുറകളെപ്പോലും നശിപ്പിക്കുന്ന മാരക വിഷമാണ്. അതുകൊണ്ട് സത്യാവസ്ഥ അറിയാതെ കേട്ടുകേൾവികളെ ഒരിക്കലും വിശ്വസിക്കരുത്.